ചെടി നട്ടുവെച്ചു, അതിനെന്തൊരു പൂപ്പൽ വന്നു, അതിനൊരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഗൂഗിൾ ഇമേജിൽ അപ്ലോഡ് ചെയ്താൽ ചിലപ്പോൾ അതിനുള്ള സൊല്യൂഷൻ അപ്പം തന്നെ കിട്ടും. ഇത് ഈ ഫംഗസാണ്, അതിന് ഇത് ബോഡോമിക്സ് അല്ലെങ്കിൽ മറ്റേ തുരിശടിച്ചാൽ മറന്നേ ഉള്ളൂ എന്ന് പറയുന്ന സൊല്യൂഷൻ ഇന്ന് ഇൻ്റർനെറ്റിൽ തന്നെ കിട്ടും. പണ്ട് കാലം നമ്മൾ അഗ്രികൾച്ചർ കൃഷി ഓഫീസിൽ പോകണം, അവിടെ കൊണ്ട് ആ ഇല പറിച്ചുകൊണ്ട് പോയിട്ട് അവരെ കാണിക്കുമ്പം അവർക്ക് യാതൊരു സാധ്യതയില്ല, അവർ ഞങ്ങളിത് മണ്ണുത്തിലേച്ച് ചോദിക്കാം, അപ്പോൾ അവർ പറഞ്ഞു തരും എന്നൊക്കെ പറയുന്ന 1 മാസം കൊണ്ട് കിട്ടേണ്ട സൊല്യൂഷൻ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഈ പറയുന്ന പോലെ നൂതന സാങ്കേതിക വിദ്യകളും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു രാഷ്ട്രീയ വേദിയല്ല എന്നാലും ഞാൻ പറയുകയാണ്, ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ ഐക്യജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഒന്ന് കൈവക്കാവോ? വായിച്ചിട്ടുള്ളൊരു കൈവക്കാവോ? 3 പേര് വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം തോറ്റുപോയത്. ആ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക എന്ന് പറയുന്നത് ഇന്നും തൊടുപുഴയിലൊക്കെ നമ്മുടെ ഇവിടെയും കാണും. ഷിബു കഴിഞ്ഞ പ്രാവശ്യം നിന്നാണ് നമ്മുടെ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസിൻ്റെ ബാക്കിൽ അട്ടിയായിട്ട് കെട്ടിവെച്ചിട്ടുണ്ട്, ഒരു മനുഷ്യൻ കണ്ടിട്ടില്ല. ഒരു PDF ആക്കി ചുമ്മാ ആൾക്കാരുടെ ഫോണിലേക്ക് അയച്ചെങ്കിൽ ജനമത് വായിച്ചു നോക്കിയാലേ 65 പേജുള്ള ഒരു ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പ്രചരണ പത്രിക നമ്മളന്ന് ഉണ്ടാക്കിയത്. അതിൻ്റെ 16-ാം പേജ് തൊട്ട് കൃഷിയെക്കുറിച്ചാണ് പറയുന്നത്. കൃഷിയെക്കുറിച്ച് പറയുന്ന ആദ്യത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റബ്ബറിൻ്റെ തറവില 250 രൂപ എന്നാണ് UDF പറഞ്ഞതാണ്. അത് കണ്ട് അവർ കോപ്പി പിടിച്ചുകൊണ്ട് പോയതാണ്. അവർ പിന്നീട് ഇറക്കിയത്. റബ്ബറിൻ്റെ തലവില 250 രൂപയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഫസ്റ്റ് പോയിൻ്റ് അതാണ്. കാർഷിക മേഖലയിൽ 65 ഇന പരിപാടികളാണ്, 65 വാഗ്ദാനങ്ങളാണ് കാർഷിക മേഖലയിൽ മാത്രമുള്ള ആ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രിക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് കാർഷിക മേഖലയ്ക്ക് വേണ്ടി വേറിട്ട ഒരു ബഡ്ജറ്റ്, അതായത് നമ്മൾ കേന്ദ്ര റെയിൽവേ ബഡ്ജറ്റ് പോലെ തന്നെ കാർഷിക മേഖലയ്ക്ക് തനതായ അതിന് മാത്രമായിട്ടൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മൾ കേട്ടു തുടങ്ങിയത് ഇന്നലെ മിനിയാന്നൊക്കെയാണ്. 5 വർഷം മുമ്പ് അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും പുതിയ വിവര സാങ്കേതിക വിദ്യയും പരമ്പരാഗത കൃഷി രീതികളുടെ സമന്വയിപ്പിച്ചുകൊണ്ട് നമ്മുടെ കർഷകരുടെ ഉൽപ്പാദനം കൂട്ടുവാനുള്ള മാർഗങ്ങളായ രീതിയിലുള്ള പുതിയ പോളിസി മാറ്റങ്ങൾ അല്ലെങ്കിൽ പോളിസി നിയമ നിർമ്മാണങ്ങൾ നടത്തുമെന്ന് അതിനകത്ത് എഴുതി വച്ചിട്ടുണ്ട്. ഇതൊന്നും ആരും വായിച്ചു നോക്കിയിട്ടില്ല. ഈ ഹൈ റേഞ്ചിലെ പട്ടയ വിഷയവും നമ്മുടെ ഭൂപതിവ് ചട്ടവും പ്ലാന്റേഷൻ നമുക്കറിയാം ഇവിടെ പലരും അനുഭവിക്കുന്ന വിഷമതയാണ്. റബ്ബറിന് നമുക്ക് 100 ഏക്കർ റബ്ബർ പ്ലാന്റേഷൻ ഉണ്ട്, വേറെ ഒന്നും കൃഷി ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? റബ്ബർ വെട്ടങ്ങ് നിർത്തും, ഒരു 100 പേരുടെ ജോലി പോവും, അവിടെ സർക്കാരിലേക്കുള്ള വരുമാനം നിൽക്കും, ടാക്സ് നിൽക്കും, എല്ലാം നിന്ന് പോവും. ഇതര വിളകൾ എന്തുകൊണ്ട് നമുക്കവിടെ കൾട്ടിവേറ്റ് ചെയ്തുകൂടാ? ഇത് ചെയ്യുന്നത് കൃഷി തന്നെയല്ലേ? അനുവദിക്കുന്നില്ല ഇപ്പം. അതൊക്കെ പൊളിച്ചെഴുതുമൊക്കെ നമ്മൾ വാഗ്ദാനം ചെയ്തതാണ്. ആ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വായിച്ചു നോക്കിയായിരുന്നെങ്കിൽ ഈ പിണറായി 2.0 നിലവിൽ വരത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞതാണ്, ഇവിടെ ഇരിക്കുന്ന 3 പേരെ ആകെ ആ പ്രകടന പത്രിക കണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും നമ്മുടെ ഈ വരുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ നമ്മൾ മുന്നിൽ നിൽക്കുമ്പോൾ ഈ രീതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യുക. നമ്മൾ തൽസ്ഥിതി തുടരുവാൻ വേണ്ടി ഒരു സർക്കാരിൻ്റെ ആവശ്യമില്ല, നമ്മുടെ ഗവൺമെൻറ് മെഷീനറി മതി. നമ്മുടെ ഇവിടുത്തെ ഈ വില്ലേജ് ഓഫീസ്, മുനിസിപ്പൽ ഓഫീസ്, പഞ്ചായത്ത് ഓഫീസും നമ്മുടെ ഇവിടെയുള്ള ബ്യൂറോക്രസി മതി ഈ നാടിങ്ങനെ കൊണ്ടുപോകാൻ. ഒരു രാഷ്ട്രീയക്കാരിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത് വിപ്ലവകരമായ മാറ്റങ്ങളെക്കുറിച്ച് ആലോചിച്ച് അത് നടപ്പാക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടീമിനെ കണ്ടെത്തി ആരൊക്കെ എന്തൊക്കെ എതിർപ്പ് പറഞ്ഞാലും നല്ല കാര്യമാണെങ്കിൽ നടത്തിയെടുക്കുവാനുള്ള ആർജവമുള്ള അതിനുള്ള മനക്കെട്ടിയുള്ള ഒരു മതിയെന്ന രാഷ്ട്രീയത്തിൽ അതാണ് ഒരു രാഷ്ട്രീയക്കാരിൽ നിന്നും ജനം പ്രതീക്ഷിക്കുന്നത്. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ നാട്ടിൽ നമുക്ക് പൊളിറ്റീഷ്യൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള സിനിമ നമ്മൾ കേൾക്കുമ്പം ഇതൊക്കെ ഇതൊക്കെ ഒന്ന് മിനിറ്റ് ചെയ്ത് നമ്മുടെ ഈ രാഷ്ട്രീയക്കാർക്ക് ഇതൊക്കെ ഒന്ന് അയച്ചു കൊടുക്കണം. അതുകൊണ്ടല്ല മിനിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ദീർഘമായ പ്രസംഗത്തിലേക്ക് പോകുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പിടിച്ചു നിൽക്കാൻ ഇപ്പം ഞാനിവിടെ കോതമംഗലത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു പയ്യനുണ്ട്, പുള്ളി ഒരു ക്ഷീരകർഷകനാണ്. ഇത്രയും നാളും പുള്ളി എനിക്കെന്ത് 450 ലിറ്റർ പാല് ഇവിടെ സൊസൈറ്റി കൊടുക്കുമായിരുന്നു. ഏതാണ്ട് 45 രൂപ തൊട്ട് ഇപ്പോൾ വീട്ടിൽ ഞങ്ങൾ കൊടുക്കുന്ന 48 രൂപയ്ക്കാണ്. അപ്പോൾ പുള്ളി ഞാൻ എന്ത് ചെയ്തു, അതിനെ പതുക്കെ പുള്ളി ഒരു കൂളർ ഒക്കെ മേടിച്ച് ചില്ലറൊക്കെ മേടിച്ച് ഇപ്പം എറണാകുളത്ത് കൊണ്ടേ കൊടുക്കുക. അതിനകത്ത് വാല്യുഡീഷൻ ഒന്നുമില്ല, പക്ഷേ എറണാകുളത്ത് ഫ്ലാറ്റിൽ കൊണ്ടേ കൊടുക്കുന്ന 70 രൂപയ്ക്കാണ്. 450 ലിറ്റർ, ഒരു ലിറ്ററിന് എന്തോ 25 രൂപ എന്ന് പറയുമ്പോഴത്തേക്കും 400 ലിറ്ററിന് നിങ്ങൾ കൂട്ടിക്കോ, കണക്ക് കൊണ്ടേ മോശമായിരുന്നു. ഏതാണ്ട് 10,000 രൂപ ഒരു ദിവസം അവന് അഡീഷണൽ കിട്ടുവാണ് ഒറ്റ ദിവസം. ആലോചിച്ച് നോക്കുക, 10,000 രൂപ അഡീഷണൽ കിട്ടുക ഒരു ദിവസം. അതിനാണ് ബിസിനസ് പറയുന്നത്. ഇതേ പാല് തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക. ഇപ്പോൾ ഇവിടെ
ക്ഷീരകർഷകർ ഒരു 8-10 പേരുണ്ടെങ്കിൽ നിങ്ങളൊരു കാർഷിക സ്വാശ്രയ സംഘം തുടങ്ങിയിട്ട് ഇതിനൊക്കെ ഗവൺമെൻറ്റിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനൊക്കെ ഇഷ്ടം പോലെ സബ്സിഡികളുണ്ട്. അതിവിടെ ആർക്കും അറിയത്തില്ല. ഈ 2020 എങ്ങനെയാണ് അവരുടെ ആ സംവിധാനം കൊണ്ടുനടന്നുകൊണ്ടിരുന്നത്. ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അവർക്കൊരു പഠന ടീമുണ്ട്. അത് ഇവിടെയുണ്ട്, ഡൽഹിയിലുമുണ്ട്. ഏത് സബ്സിഡി എവിടെ ഇറങ്ങിയാലും ആദ്യം അറിയുന്ന ഇവരാണ്. അത് അപ്പം തന്നെ ആ പഞ്ചായത്തിലേക്ക് ചെല്ലും. ഈ എന്ന് പറയുന്നത് മൂല്യവർദ്ധ 1 ലിറ്റർ പാലുണ്ടെങ്കിൽ പാലിൽ നിന്ന് എന്തൊക്കെ ഉണ്ടാക്കാമെന്ന് അറിയാം. പാലിൽ നിന്ന് നമുക്ക് തൈരുണ്ടാക്കാം, അല്ലെങ്കിൽ പാലിൽ നിന്ന് നമുക്ക് നെയ്യ് എക്സ്ട്രാക്ട് ചെയ്യാം. പാലിൽ നിന്ന് നമുക്ക് ഈ നെയ്യിൽ നിന്ന് തന്നെ നമുക്ക് ബട്ടർ ഉണ്ടാക്കാം. അതിൽ നമുക്ക് സംഭാരം ഉണ്ടാക്കാം, തൈരുണ്ടാക്കാം. എന്നിട്ട് ഈ പാല് വീണ്ടും ഇതേ വിലയ്ക്ക് വിൽക്കാം. 70 രൂപയ്ക്ക് തന്നെ ഇതെല്ലാം എക്സ്ട്രാക്ട് ചെയ്ത പാല് വീണ്ടും വിൽക്കാം. ആ 70 രൂപയ്ക്ക് നമ്മൾ വിൽക്കുന്ന, അല്ലെങ്കിൽ 50 രൂപയ്ക്ക് വിൽക്കുന്ന 1 ലിറ്റർ പാലിൽ നിന്ന് ഒരു 150 രൂപയുടെ വേറെ സാധനം വേറെ ഉണ്ടാക്കാം. അതിനാണ് വാല്യൂ അഡീഷൻ അല്ലെങ്കിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ ചിന്തിച്ച് മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ എൻ്റെ ഏറ്റവും വലിയ കൺസേൺ അല്ലെങ്കിൽ ഒരു ആശങ്ക എന്ന് പറയുന്നത്, നമ്മുടെ ചെറുപ്പക്കാർ ഇവിടെ നിന്ന് പോവുക. ഒരു 10-15 വർഷം കഴിയുമ്പോൾ കേരളം ഒരു വലിയ ഒരു ഓൾഡ് ഏജ് ഹോം, ഇപ്പം നാടെ എല്ലായിടത്തും ഒട്ടുക്ക് ഓൾഡ് ഏജ് ഹോമുകൾ വന്നുകൊണ്ട്. കാരണം എല്ലാവരും മക്കൾ UK യിലും ഓസ്ട്രേലിയയിലും കാനഡയും. ഞങ്ങൾ പറയും, കേരള കോൺഗ്രസിൻ്റെ കമ്മിറ്റി വിടും പറയും, ഇവിടെ കൂടുന്നതിനേക്കാളും അവിടെ മാഞ്ചസ്റ്ററിൽ ഒരു കമ്മിറ്റി വിളിച്ചാൽ തൊടുപുഴ കൂടുതലൊക്കെ കൂടുതൽ ആൾക്കാർ മാഞ്ചസ്റ്ററിലുണ്ട്. അത്രയും ആളുകൾ, പിള്ളേരെല്ലാം അവിടെയാണ്. അപ്പോൾ ഇവരങ്ങ് പുറത്തേക്ക് പോയാൽ നമ്മുടെ ഒരു ബ്രെയിൻ ഡ്രെയിൻ, നമ്മുടെ രാജ്യം ഈ മുന്നോട്ട് ഭരിച്ചുകൊണ്ട് പോകാനുള്ള നല്ല തലച്ചോറുകളും നല്ല ബുദ്ധിയുള്ളവരൊക്കെ രാജ്യം വിട്ട് പോവുക. ഇവിടെ പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. ഞാനൊരു കാലത്ത് ഒരു പ്രവാസിയായിരുന്നു. എനിക്കിപ്പോൾ 53 വയസ്സുണ്ട്. ഞാൻ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് എൻജിനീയറിങ് കഴിഞ്ഞിട്ട് നാട്ടിൽ ടെക്നോ പാർക്കിൽ ഒരു കമ്പനിയിൽ IT പ്രൊഫഷണലായിട്ട് 3-4 വർഷം ജോലി ചെയ്തതിന് ശേഷം, തൊഴിൽ പരിചയം നേടിയതിന് ശേഷമാണ് ഞാൻ വിദേശത്ത് ജോലിക്ക് പോയതെങ്കിൽ ഇന്ന് ഏതാണ്ട് 12ാം ക്ലാസ് കഴിയുന്ന കുട്ടികൾ കൂട്ടത്തോടെ നമ്മുടെ നാട് വിട്ട് പുറം രാജ്യങ്ങളിലേക്ക് വിദ്യാഭ്യാസവും തൊഴിൽ ഒക്കെ തേടി പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഏതാണ്ട് ഒരു 80% കാർഷിക മേഖലയിൽ നിന്നുള്ള കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിൽ 2-3 ഏക്കറൊക്കെ ഉണ്ടായിരുന്ന കർഷകരെ പണ്ട് ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാർ വിളിച്ചുകൊണ്ടിരുന്നത് പെറ്റി ബൂർഷ്വാകളെന്നാണ്. കാരണം എൻ്റെയും നിങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് 3-4 ഏക്കറൊക്കെയുള്ള ചെറുകിട കർഷകർക്കും അവരുടെ പുരയിടങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിച്ചാൽ സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനുള്ള ഒരു വരുമാനവും, അവരുടെ കുട്ടികളെ പഠിപ്പിക്കുവാനും അവരുടെ പെൺമക്കളെ കെട്ടിച്ചു വിടുവാനും മാന്യമായി ജീവിക്കാനുള്ളൊരു വരുമാനം അവർക്ക് അവരുടെ ഈ 3-4 ഏക്കറിൽ നിന്ന് ലഭിച്ചിരുന്നെങ്കിൽ, ഇന്ന് കാലം മാറി. ഇന്ന് ഈ 3-4 ഏക്കർ എന്ന് പറയുന്നത് ഈ നാട്ടിലെ ഒട്ടുമിക്ക കർഷകർക്കും ഇന്നൊരു ബാധ്യതയായി മാറിയിരിക്കുകയാണ്. ആ കൃഷിയിടമൊന്ന് ചെത്തിമിനുക്കി കൃഷി യോഗ്യമാക്കുവാനുള്ള, അല്ലെങ്കിൽ അതിനുള്ള ഒരുക്കുവാനുള്ള ഒരു വരുമാനം പോലും ഈ കൃഷിയിടങ്ങളിൽ നിന്ന് ഇന്ന് കർഷകർക്ക് ലഭിക്കുന്നില്ല. പണ്ട് കൃഷിക്കാരുടെ മക്കളെല്ലാം കൃഷിയിലേക്കാണ് തിരിഞ്ഞിരുന്നെങ്കിൽ ഇന്ന് ആ കൃഷിക്കാർ തന്നെ പറയുകയാണ്, മക്കളെ നിങ്ങൾ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ, ഇവിടുന്ന് UK യിലേക്കും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും കാനഡയിലൊക്കെ പിള്ളേരെ കയറ്റി വിട്ട് ഇവരുടെ ഈ കുടുംബവും ഇവരുടെ വീടും പറമ്പുമെല്ലാം പണയം വെച്ചാണ് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ആലോചിച്ചൊക്കെ, നമ്മൾ പറയുമ്പോൾ എല്ലാവരും പറയും എന്തുകൊണ്ടാണ് സംഭവിച്ചത്? കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല, അല്ലെങ്കിൽ വിലയിടിവാണെന്നാണ് പറയുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു പച്ചക്കറി കടയിൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ എവിടെയെങ്കിലും പോക്കുക, ഒരു മാർക്കറ്റിൽ ഒരു ചന്തയിൽ പോവുക, വില കുറഞ്ഞ് ഏതെങ്കിലും ഒരു കാർഷിക ഉൽപ്പന്നം നിങ്ങൾക്ക് മാർക്കറ്റിൽ മേടിക്കാൻ കിട്ടുമോ? അത് തക്കാളി ആയിക്കോട്ടെ, മുളകായിക്കോട്ടെ, തേങ്ങയായിക്കോട്ടെ, അല്ലെങ്കിൽ ഉൽപ്പന്നമായ വെളിച്ചെണ്ണ ആയിക്കോട്ടെ, അരി ആയിക്കോട്ടെ, അരിപ്പൊടി ആയിക്കോട്ടെ, മൈദ ആയിക്കോട്ടെ, ഇതെല്ലാം കാർഷിക മേഖലയിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളാണ്. വിലക്കുറവുള്ള ഒരു സാധനം പോലും നമ്മുടെ മാർക്കറ്റുകളിലില്ല. അപ്പോൾ എവിടെയാണ് കുഴപ്പം? ഞാനൊരു നാളികേര കൃഷിക്കാരനാണ്. എനിക്ക് മീനാക്ഷിപുരം എന്ന് പറയുന്നത് പൊള്ളാച്ചി പോകുന്ന വഴി പാലക്കാട് അതിർത്തിയിൽ
ഞാൻ വിദേശത്ത് ജോലി കഴിഞ്ഞ് കുറച്ച് സ്ഥലം മേടിച്ച് കൃഷി ചെയ്യുന്നുണ്ട്. അവിടെ മാവും തെങ്ങുമാണ്. ഈ കഴിഞ്ഞ വർഷം വരെ എൻ്റെ പറമ്പിൽ ഞാൻ കരിക്ക് വിൽക്കുമായിരുന്നു. ഒരു കരിക്ക് ഒരു കച്ചവടക്കാരൻ വന്ന് ഇട്ടുകൊണ്ട് പോവും. എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 15 രൂപയാണ്. ഒരു കരിക്കിന് കിട്ടിക്കൊണ്ടിരുന്ന പറമ്പിൽ 15 രൂപയാണ്. ആ തൊട്ടപ്പുറത്ത് നമ്മൾ പാലക്കാട് തൃശ്ശൂർ ഹൈവേയിൽ ഇത് തന്നെ വണ്ടിയെ കയറ്റി സൈഡിൽ കൊണ്ടുപോയി ഞാൻ വിൽക്കുന്നത് 55 രൂപയ്ക്കാണ്. 40 രൂപ മാർജിൻ. ഏത്തക്കൊലയുടെ കാര്യം എടുക്കുക, ഏത്തപ്പഴം. ഞാനിത് എല്ലാ വേദിയിലും പറയുന്നതാണ്. ഓണം സമയത്ത് ഇവിടെയൊക്കെ ഏത്തവാഴ കൃഷിക്കാരുണ്ടാവും. ഒരു കർഷകന് മാർക്കറ്റിൽ കൊണ്ടേ കൊടുത്താൽ ചിലപ്പം 65 രൂപ കിലോയ്ക്ക് കിട്ടും, ചിലപ്പോൾ 70 രൂപ, 80 രൂപ വരെ, ചിലപ്പോൾ 90 രൂപ വരെ കിട്ടുന്ന ഓണ സീസണുണ്ട്. പക്ഷേ 2 മാസം കഴിയുമ്പം ഈ ഏത്തക്കൊലയുടെ വില എന്ന് പറയുന്നത് കിലോ 20 രൂപയായിട്ട് താഴും, 18 രൂപയ്ക്ക് താഴും, ചിലപ്പോൾ 25 ആകും, ഭാഗ്യമുണ്ടെങ്കിൽ 35, ചിലപ്പം 40 രൂപ വരെ കിട്ടും. ഈ ഏത്തക്കൊലയ്ക്ക് കർഷകന് 20 രൂപ കിട്ടുമ്പോഴും 75 രൂപ കിട്ടുമ്പോഴും 90 കിട്ടുമ്പോഴും 30 കിട്ടുമ്പോഴും നമ്മളിവിടെ ഒരു ചായക്കടയിൽ പോയി ഒരു ഏത്തക്ക അപ്പം, നമ്മുടെ നാട്ടിൽ ഏത്തക്ക ബോളി എന്നാണ് പറയുന്നത്, ആ ഏത്തക്ക അപ്പം അതിന് 15 രൂപയുണ്ട് വില. അതുവരെ ഏത്തപ്പഴത്തിനെ 2ആയിട്ട് നടുവേ പൊളന്ന് ഇട്ട് മാവിൽ പൊരിച്ച് വിൽക്കുന്ന ഏത്തക്കയുടെ ഒരു പകുതിക്കുണ്ട് 15 രൂപ വില. നമ്മൾ ഈ ഒരു ബേക്കറി പോയിട്ട് നമ്മളൊരു ചിപ്സ് മേടിച്ചാൽ 1 കിലോയ്ക്ക് 450 രൂപ 550 രൂപയ്ക്കാണ് വില. അപ്പം കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ലായ്മയല്ല നമ്മുടെ നാട്ടിലെ വിഷയം. കർഷകന് അവൻ്റെ പുരയിടത്തിൽ അവൻ്റെ ഉൽപ്പന്നങ്ങൾക്ക് അവൻ ഉൽപ്പാദിപ്പിക്കുന്ന അവൻ്റെ വിളയ്ക്ക് അവൻ്റെ പുരയിടത്തിൽ വിലയില്ല എന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിലെ വിഷയം. ഇതിനൊക്കെ നല്ല വിലയ്ക്ക് തന്നെയാണ് പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇടനിലക്കാർ കൊണ്ടുപോവുകയാണ്. അതുകൊണ്ടാണ് വർഷങ്ങളായി നമ്മൾ പറയുന്നത്, ഇപ്പം ഉത്തരേന്ത്യയിലേക്ക് അത് ഓൾറെഡി നടപ്പായി കഴിഞ്ഞു. ഓരോ കാർഷിക വിളകൾക്കും അടിസ്ഥാന വില ഗവൺമെൻറ് നിശ്ചയിച്ച് കർഷക ഓപ്പൺ മാർക്കറ്റുകൾ എല്ലാ മേഖലകളും സ്ഥാപിച്ച് ഗവൺമെൻറ് ഇടപെട്ട് ഒരു ഇതിൻ്റെ വിപണനത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് ദീർഘകാലമായുള്ള നമ്മുടെ ആവശ്യമാണ്. അത് നടന്നില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും? അപ്പോഴാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇന്ന് ഈ മൂല്യവർദ്ധിത ഉൽപ്പന്നം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. സിന്തൈറ്റ് എന്നൊരു കമ്പനിയുണ്ട് നമ്മുടെ ഈ തൊട്ടടുത്ത്. സിന്തൈറ്റ് അത് നമ്മുടെ ഇവിടെ കോലഞ്ചേരിയിൽ. സിന്തൈറ്റ് 85 രാജ്യങ്ങളിലേക്കാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നത്. നമ്മുടെ ഈ മേഖലയിൽ നിന്നുള്ള കുരുമുളകും ഈ ഹൈറേഞ്ചിൽ നിന്നുള്ള ഏലവും കുരുമുളകും ഈ പറയുന്ന കറുവാപ്പട്ടയും ഈ പറയുന്ന ജാതിപത്രിയും ഒക്കെ ഇവർ കർഷകരിൽ നിന്ന് പ്രൊക്വയർ ചെയ്ത് അത് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്ത് വളരെ പ്രീമിയമായിട്ട് ബ്രാൻഡ് ചെയ്ത് അവർ 85 രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുക. അപ്പോൾ കേരളത്തിലെ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് ഇത് ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഇത് ചെയ്തുകൂടാ? എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഇപ്പം ഞാനും നിങ്ങളും ഒരാൾ വിചാരിച്ചാൽ ചിലപ്പോൾ നടക്കുകയില്ല, നടക്കും. ഇപ്പം ഈ പറയുന്ന ഇവിടെ ഇരിക്കുന്ന സംരംഭകരെ പോലെയൊക്കെ അവർക്ക് അതിനുള്ള സമയവും അതിനുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറും അതിനുള്ള ഒരു മോട്ടിവേഷനും അതിനുള്ള ഒരു ഡ്രൈവും ഉണ്ടെങ്കിൽ പറ്റും. പക്ഷേ സാധാരണക്കാർക്ക് ചിലപ്പോൾ പറ്റിയെന്ന് വരത്തില്ല. അവിടെയാണ് നമ്മൾ കർഷക സംഘങ്ങൾ ഉണ്ടാക്കേണ്ടത്, സൊസൈറ്റികൾ ഉണ്ടാക്കേണ്ടത്, ഫാമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനികൾ ഉണ്ടാക്കേണ്ടത്. ഈ എൻ്റെ നാട് പോലെയുള്ള ഇതുപോലെയുള്ള ഈ ഓർഗനൈസേഷൻസ് ഇങ്ങനെയുള്ള ഈ സംരംഭങ്ങൾക്ക് ഇതൊക്കെ ഏറ്റെടുത്ത് നടത്താവുന്ന കാര്യങ്ങൾ തന്നെയാണ്.